DGP ഓഫീസിലേക്ക് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ മാർച്ച് നടക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വണ്ടിപ്പെരിയാർ പോക്സോ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട നേരത്തെ വനിതാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഔദ്യോഗിക വസതിക്കകത്തേക്ക് തള്ളിക്കയറിയിരുന്നു. വലിയ സുരക്ഷാ വീഴ്ചയാണ് ആ ഘട്ടത്തിൽ ഉണ്ടായത്. പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവർത്തകർ ചാടിക്കയറുകയായിരുന്നു. ഇപ്പോൾ DGP ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ മാർച്ച് നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. AV ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്താണ് വിവരങ്ങൾ? വേണു, ഏകദേശം ഒരു 20ഓളം പ്രവർത്തകരാണ് നിലവിൽ DGP ഓഫീസ് മാർച്ചിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. ഇവർ ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിന് സൈഡിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, ബാരിക്കേഡ് വെച്ച സ്ഥലത്തിലൂടെ അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഇവരെ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൂടുതലും പുരുഷ പോലീസുകാരാണുള്ളത്. വനിതാ പോലീസിൻ്റെ സാന്നിധ്യം പൊതുവെ കുറവാണ്. നിലവിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവരും പിന്മാറാൻ തയ്യാറാകാതെ അവിടെ നിൽക്കുകയാണ്. പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ എണ്ണം പൊതുവിൽ വളരെ കുറവാണ്. പക്ഷേ ഇന്ന് രാവിലെ ഇവർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് DGPയുടെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കയറിക്കൊണ്ട് നടത്തിയത്. അത് തന്നെ ഈ വണ്ടിപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ശ്രദ്ധ കൊണ്ടുവരിക, ഈ വിഷയത്തിൽ തങ്ങളുടെ ഒരു പ്രതിഷേധം കൃത്യമായി അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇത്തരത്തിൽ ഇന്ന് രാവിലെ നടത്തിയത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിക്കാം. പക്ഷേ ആദ്യം DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉൾപ്പെടെ വെട്ടിച്ചുകൊണ്ടാണ് ഇവർ സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിലേക്ക് കയറിയത്. അഞ്ച് പ്രവർത്തകരായിരുന്നു അങ്ങോട്ട് കയറിയത്. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നാലെയാണ് ഇവർ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ വളരെ കുറവാണ്. നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. വൻ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പക്ഷേ വനിതാ പോലീസുകാർ പൊതുവിൽ കുറവാണ്. എന്തായാലും നിലവിൽ പിരിഞ്ഞു പോകില്ലെന്ന് ഉറച്ച് പ്രവർത്തകർ നിൽക്കുന്നു. പോലീസും അവരെ തടയുമെന്ന് ഉറപ്പിച്ച് നിൽക്കുന്നു. എന്തായാലും ഒരു സംഘർഷ സാധ്യത നിലവിലില്ല. പക്ഷേ പ്രവർത്തകർ ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമായി പോലീസ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വേണം ജയശങ്കർ, നല്ല പങ്കാളിത്തമുണ്ടോ മഹിളാ മോർച്ച പ്രവർത്തകരുടെ? വേണു, ആളുകൾ പൊതുവെ കുറവാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ 20ഓളം വനിതാ പ്രവർത്തകരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരാണ് നിലവിൽ പോലീസുമായി ചെറിയ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത്. പോലീസും അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കൂടുതൽ പുരുഷ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ബാരിക്കേഡിന് സൈഡിലൂടെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് വരാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞത്. എന്തായാലും നിലവിൽ പ്രവർത്തകരും പോലീസും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയൊരു സംഘർഷ സാധ്യത സ്ഥലത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രമാത്രം പ്രവർത്തകർക്ക് ഇരട്ടിയോളം വിശദാംശങ്ങൾ നൽകിയത്. DGP ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ മാർച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.